ജാപ്പനീസ് മൂവിയാണ്. ഓക്കെ. അതൊരു ഇംഗ്ലീഷ് ഡയറക്ടർ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആ. പേര് ഞാൻ മറന്നുപോയി. അപ്പൊ പുള്ളി ഓക്കെ. ജപ്പാനിൽ പോയി അവിടെ നിന്ന് അതിന്റെ കൾച്ചർ ഉം. മനസ്സിലാക്കി ഉം. എടുത്ത സിനിമയാണ്. അപ്പൊ ഒരു ഓക്കെ. ജപ്പാനില് ടോയ്ലറ്റ്സ് ഉണ്ട് എന്ന് പറയും. ഭയങ്കര ഉം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര രസമായിട്ട് ഉം. ആർക്കിടെക്ചറിൽ ക്രിയേറ്റ് ചെയ്തിരുന്ന ടോയ്ലറ്റ്സ് ആണ്. ഈ ഉം. ടോയ്ലറ്റ്സിന്റെ ക്ലീനറാണ് ഈ പറഞ്ഞ മെയിൻ ഉം. ക്യാരക്ടർ. ഉം. ആ ഉം. ആ പുള്ളിക്കാരന്റെ ഒരു ലൈഫാണ്. ലൈഫ് ഇൻ ദ സെൻസ് ലൈക്ക് അതിന് ബിഗിനിങ്ങോ എൻഡിങ്ങോ ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ഉം. ഗോയിങ് ഓൺ. പുള്ളിക്കും കുറെ ഫ്ലോസ് ഉം. ഉണ്ട്. പുള്ളിയാണ് ശരിയെന്നൊന്നുമില്ല. പുള്ളി ഉം. കുറെ എന്നുവെച്ചാൽ ഇപ്പൊ പുള്ളി ഒരു ബുക്ക് വായിക്കുമ്പോ ഒരു ബുക്കേ വായിക്കുള്ളൂ. അപ്പൊ അതിനകത്തൊരു ഉം. സീനുണ്ട്. അതിനകത്ത് ഒരു പുള്ളിയുടെ പുള്ളിയുടെ ഒരു അനിയത്തിയുടെ മോള് പുള്ളിയെ കാണാൻ വേണ്ടി വരും. പുള്ളിയെ കാണാൻ ഉം. വേണ്ടി വന്നിട്ട് ഇങ്ങനെ ചോദിക്കും. ആഹ് അ- ഈ ആ ഒരു ഒരു വെള്ളത്തിന്റെ ഒരു ബ്രിഡ്ജിൽ പോയിട്ട് ഈ വെള്ളം എവിടെയാ ചെന്ന് മീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഉം. ഞാൻ ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ഉറപ്പില്ല, എന്നാൽ ആ. ഞാൻ പറയാം. ഇത് വെള്ളം ചെന്ന് എവിടെയാ മീറ്റ് ചെയ്യാന്ന് ചോദിക്കും. അത് വലിയ സീയിലാണ്. അപ്പൊ സീ ഉം. കാണട്ടെ എന്ന് പറയും. ആ, ഉം. അപ്പൊ പറയും ആ സീ കാണാമല്ലോ, നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ സീ കാണാന്ന് പറയും. അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എന്നാ എന്ന് ചോദിക്കും. ആ, ഇപ്പോ അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ലീവ് ഇൻ ദ ആ. മൊമെന്റ് എന്ന് വീണ്ടും വീണ്ടും ഓക്കെ. പറയിപ്പിക്കുന്നതാണ് ആ സിനിമ. ആ. ബ്രില്യൻ പടമാണ് അത് പ്രത്യേകിച്ച് ജാപ്പനീസുകാർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർക്ക് ആം, അവർക്ക് അവര് ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ട് ജോലി എന്ന് പറഞ്ഞ് ഓടുന്ന ആൾക്കാരാണ്. അപ്പൊ ഉം. അവർക്ക് ഇതൊരു ആ പടം അപ്പൊ വെളിയിൽ ഒരു ഡയറക്ടർ ചെന്നിട്ട് അവിടത്തെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു 今度っていつ？今度は今度。今は今。